മാധവ് സുരേഷ്. മാധവ് സുരേഷ് ഈസ് ദ നെക്സ്റ്റ് മെഗാസ്റ്റാർ. ആരൊക്കെ വന്നാലും പോയാലും മാധവ് സുരേഷിന്റെ പൊക്കത്ത് അവന്മാർ കുറച്ച് വെള്ളം കുടിക്കും. പക്ഷെ ഗുണ്ടകളല്ല. മാധവ് സുരേഷ്, മാധവ് സുരേഷ്, മാധവ് സുരേഷ്. അങ്ങേരാകെ 2 പടം ഏതാണ് ചെയ്തിട്ടുള്ളൂ. അതിലൊന്ന് കാരണമാണെങ്കിൽ ഇയാൾക്ക് കിട്ടാൻ ഊക്കും ഇനി ബാക്കിയില്ല. നമ്മൾ അനാഥരണ്ണ, പക്ഷേ ഗുണ്ടകളല്ല. എന്റെ ഈ വീഡിയോയുടെ കമന്റ് ബോക്സ് കണ്ടിട്ട് ഇത് യൂണിവേഴ്സ് ആണെന്ന് മനസ്സിലാവുന്നില്ല. എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്ന? PR ആണോ, സർക്കാസ് ആണോ, ഇനി ശരിക്കും ഫാൻസ് തന്നെയാണോ, എന്താണിത്? എന്തായാലും ഇങ്ങനെക്ക് വളരാൻ കുറച്ച് സമയം കൊടുക്ക്. ഈ മെജോറിറ്റി പറയുന്ന കാര്യം ബാക്കിയുള്ളവർ അക്സെപ്റ്റ് ചെയ്യുന്നൊന്നും കരുതല്ലേ. ഒരു സാധനം ഭയങ്കര പോപ്പുലർ ആയി കഴിഞ്ഞാൽ അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നല്ലതാണെന്ന് ആൾക്കാർ പറയും. ഇല്ലെങ്കിൽ കുറച്ച് ഫസ്റ്റ് ലെറ്റ് ഹിം പ്രൂവ്, എന്നിട്ട് നമുക്ക് പറയാം ഹീസ് എ പൃഥ്വിരാജ് 2.0 എന്ന്. നല്ല നട്ടലിന്റെ ഗുണമല്ലേ, എല്ലാവർക്കും ഇല്ലാത്തതിന്റെ വിഷമമായിരിക്കും. ഒരു ഇൻട്രോവേർട്ടാണ്, അന്തർമുഖനാണെന്ന് പറഞ്ഞു. പിന്നീട് ഈ അന്തർമുഖത്വം അഹങ്കാരമായി. ഇപ്പോൾ അതേ അഹങ്കാരമാണ് ചങ്കൂറ്റമായിരിക്കുന്നത്. ടു ബി ഹോണസ്റ്റ്, ഈ ഒരു സമയത്ത് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ശരിക്കും കോമഡിയാണ്. പക്ഷെ ഇപ്പോൾ ഒരു കിട്ടില്ല നെഗറ്റീവ് ആയിട്ടുള്ള ക്യാരക്ടർ ചെയ്താൽ ലൈക്ക് പണിയിലെ ഡോൺ സെബാസ്റ്റ്യനൊക്കെ പോലെ നമുക്ക് തന്നെ പിടിച്ച് പൊട്ടിക്കാൻ വരണം. പക്ഷെ അതിന് ഈ കഴിവൊന്നും പോരാ. ഇമ്പ്രൂവ് ചെയ്ത് അങ്ങനെ ഒരു നല്ല ക്യാരക്ടർ ഇപ്പോൾ ചെയ്താൽ അത് മാധവ് സുരേഷിന്റെ കരിയറിന്റെ ഗ്രോത്തിനെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. വെൽക്കം ബാക്ക് മൈ ഫ്രണ്ട്. ഇനി ഭാവിയിൽ മോളിവുഡിന്റെ സ്റ്റാർ ആവാൻ പോകുന്നവർ ആരൊക്കെയാണെന്ന് നോക്കാം. ആദ്യം കുറച്ച് വില്ലൻ ഷെയ്ഡുള്ളവരെ തന്നെ പിടിക്കാം. നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് തന്നെ അടിച്ച് പൊട്ടിക്കാൻ തോന്നിയ ലെവൽ ഓഫ് വില്ലനിസം, അതും ജോജുവിനെ പോലെ ഒരു ഇൻസൈൻ ഫിസിക്കും ഓറയും ഉള്ള ഒരാളുടെ മുന്നിൽ, അതും 2 ചെറിയ പിള്ളേര്. ഇറ്റ്സ് നോട്ട് ആൻ ഈസി ടാസ്ക്. പക്ഷേ അത് ചെയ്ത് കൺവിൻസ് ചെയ്ത 2 മുതലുകളാണ് സാഗർ സൂര്യയും ജുനൈസും. തട്ടിമുട്ടി എന്ന ഷോയിലൂടെ പ്രേക്ഷക ശ്രദ്ധ നേടി. എനിക്ക് തോന്നുന്നു ആദ്യമായി ചെയ്ത സിനിമ കുരുതിയാണ്. ഇറ്റ് വാസ് എ ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി ആൻഡ് ഹി നെയിൽഡ് ഇറ്റ്. കുരുതിക്ക് ശേഷം ജോ അതിൽ വളരെ ചെറിയൊരു റോളായിരുന്നു. പിന്നെ പണി, അതിൽ പൊട്ടിത്തെറിച്ചപ്പോൾ പലർക്കും ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടണതിൽ 2ന്റെയും പെർഫോമൻസ്. ഇവരുടെ കോംബോ ഇനിയും വരാൻ കാത്തിരിക്കുന്നവരുണ്ട്. അത് സംഭവിക്കട്ടെ. ജുനൈസും ആകെ ഒറ്റ പടമല്ലേ ചെയ്തിട്ടുള്ളൂ. ഞാൻ ഇടക്കിടക്ക് കയറി നോക്കുന്ന ഒരു IG പ്രൊഫൈൽ കമന്റ് സെക്ഷൻ ഉണ്ട്. 18ാം പടി കണ്ടിട്ടില്ലേ? അതിലെ CBSE സ്കൂളിലെ ഗ്യാങ് ലീഡറെ ഓർമ്മയില്ലേ? സോണി നകുൽ തമ്പി എന്നാണ് ശരിക്കുമുള്ള പേര്. T4 ഡാൻസ് താരമായ അദ്ദേഹത്തിന് 18ാം പടിയിൽ അത്രയും മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടും എന്തുകൊണ്ട് പിന്നീട് ബിഗ് സ്ക്രീനിൽ കണ്ടില്ല എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങളിൽ പലർക്കും അറിയാമെന്ന് തോന്നുന്നു. അതായത് നകുലിന് വർഷങ്ങൾക്ക് മുന്നേ ഒരു ആക്സിഡന്റ് ഉണ്ടായി. ആ ആക്സിഡന്റിലെ സീരിയസ് ഇഞ്ചുറീസ് കാരണം കോമ സ്റ്റേജിലാവുകയും കുറെ കാലം യാതൊരു പ്രോഗ്രസും ഇല്ലാതെ തുടർന്ന് ഇപ്പോൾ അദ്ദേഹം റിക്കവറിക്ക് ചെറിയ പ്രോഗ്രസ് കാണിക്കുന്നുണ്ട് എന്ന് കേട്ടിരുന്നു. എന്തായാലും അദ്ദേഹം നല്ലൊരു ജീവിതത്തിലേക്ക് എത്രയും പെട്ടെന്ന് തിരിച്ചു വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പെൺമക്കളുള്ള പല അമ്മമാരും കണ്ട് പേടിച്ചൊരു സിനിമയാണ് ഓഫീസർ ഓൺ ഡ്യൂട്ടി. ആ സിനിമയുടെ ഇൻറ്റൻസിറ്റി കൂട്ടാൻ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്തത് ബാംഗ്ലൂരിലെ ആ ഒരു ഗ്യാങ്ങും അവരുടെ ലൈഫ് സ്റ്റൈലും പിന്നെ നമ്മുടെ കുപ്പിയുമാണ്. ഓ മാൻ, ആ ക്യൂട്ട് കുപ്പിയിൽ നിന്നും അങ്ങനെ ഒരു ക്യാരക്ടറിലേക്കുള്ള ആ ഒരു ട്രാൻസ്ഫോർമേഷൻ. ഞാൻ ചോദിക്കട്ടെ, ഈ ഒരു സാധനം ഇല്ലേ, അത് ഇതിനേക്കാൾ ബെറ്ററായി ചെയ്യാൻ കഴിയുന്ന ആരെങ്കിലും ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എനിക്കെന്തായാലും തോന്നുന്നില്ല. ഇതുവരെ എത്തിയ സ്ഥിതിക്ക് ഇനി ഒരു പ്യുവർ എവിൽ ടൈപ്പ് ക്യാരക്ടർ കൂടി വിശാഖനം ചെയ്തു നോക്കാവുന്നതാണ് ഇഫ് ദ സ്റ്റോറി വാസ് ഗുഡ്. ഒരു കൺസെപ്റ്റ് പറയാനാണെങ്കിൽ ഒരു പടം, ഇതിൽ ഹീറോ ഇല്ല, ഒരു ക്യാരക്ടറിൽ നിന്നും യാതൊന്നും ഇൻഫ്ലുവൻസ്ഡ് ആവാനും ഇല്ല. അതിൽ സാഗറും ജുനൈസും പണിയിലെ പോലെ കുറച്ച് ചെറിയ നെഗറ്റീവ് ഷെയ്ഡിൽ പരിപാടിയൊക്കെ ചെയ്തു പോകുന്നു. നിങ്ങളിപ്പോൾ ചോദിക്കും അത് ചെറിയ നെഗറ്റീവ് ഷെയ്ഡ് ആണോ എന്ന്. ഓക്കെ, അവർ ഓൾറെഡി വില്ലനാണ്. ആ വില്ലന്റെ വില്ലനായി വിശാഖും മറ്റൊരു ആക്ടർ ലെറ്റ്സ് സേ ബാസി ഓപ്ഷണൽ വിത്ത് സം ക്രീപ്പി ലുക്സ് കംസ് ആൻഡ് ഡു പ്യുവർ എവിൽനെസ്. ഇനി നേരത്തെ പറഞ്ഞ പോലെ ഇവരുടെ എവിൽനെസ് കാണുമ്പോൾ സാഗറിന്റെ ഗ്യാങ് ചെയ്തതൊക്കെ വളരെ ചെറുതായി തോന്നണം. ഇതിൽ ആരുടെ സൈഡ് നിൽക്കണമെന്ന് പ്രേക്ഷകർക്ക് കൺഫ്യൂഷൻ മാത്രമല്ല, ഏതെങ്കിലും ഒരു ടീമിനെ സപ്പോർട്ട് ചെയ്താൽ ഒരു ഗിൽട്ട് എന്നത് ഫീൽ ചെയ്യണം. ഹൗ വിൽ ഇറ്റ് ബി? ഐ വാണ്ട് ടു നോ യുവർ തോട്ട്സ്. ഡ്രോപ്പ് യുവർ കമന്റ്സ്. കഴിഞ്ഞ വീഡിയോയിൽ ഹ്യൂമറിനെ കുറിച്ച് മെൻഷൻ ചെയ്തത് റോഷനെയും ഹരിശിവറാമിനെയും ആണെങ്കിൽ ഇന്നൊരു പുതിയ പേരും കൂടി പറയാനുണ്ട്. പടക്കളത്തിൽ അണ്ടർ റേറ്റഡായി എനിക്ക് തോന്നിയ അരുൺ പ്രദീപ്. ഇദ്ദേഹത്തിന്റെ കണ്ടന്റ്സൊക്കെ കുറേ കാലമായി ഞാൻ കാണുന്നതാണ്. ഹ്യൂമർ ചെയ്യാൻ കിടിലം കഴിവുള്ള മനുഷ്യനാണ്. പക്ഷെ എന്തുകൊണ്ടോ പടക്കളത്തിലധികം ആരും ശ്രദ്ധിച്ച് കണ്ടില്ലായിരുന്നു. ഐ ഡോണ്ട് നോ വൈ. അത്യാവശ്യം നല്ല ചിരിക്കാനുള്ള മൊമെന്റ്സ് അരുൺ പ്രദീപും പടക്കളത്തിൽ കാഴ്ചവെച്ചിരുന്നു.
ഓൾസോ ഹാഷ്റൻ ടീമും കുഡോസ് വൈൻസിന്റെ ടീമും. ഇവർക്ക് നമ്മളെ റീലിലൂടെ മാത്രമല്ല ബിഗ് സ്ക്രീനിലും ചിരിപ്പിക്കാൻ കഴിവുണ്ടെന്ന് വാഴയിലൂടെയും ഉജ്ജ്വലനിലൂടെയും ഇവർ തെളിയിച്ചതാണ്. എന്താ ഇത്? ജീരകമുണ്ട്, കല്ലുപ്പ്, സാധാ ഉപ്പ്, സ്റ്റാമ്പ് അറിയാം. അല്ല വേറൊന്നും അറിയില്ല സാറേ. ഇന്നലെ നടന്നെന്ന് പറഞ്ഞാൽ ആ സമയത്ത് ഒരു മാസ് റോളിലാട്ടം വന്നേ, അതൊക്കെ പോയി. ഇവനൊക്കെ അതൊക്കെ തന്നെ. വാഴ 2ന്റെ ഷൂട്ട് പ്രോഗ്രസിങ് ആണല്ലോ. ലെറ്റ്സ് ഫൈറ്റ്. ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ പേഴ്സണലി എനിക്കധികം വർക്കാവാത്ത സിനിമയാണ്. പക്ഷെ അതിൽ കുഡോസ് വൈൻസിലെ ആ ഒരു ടീം നല്ല പെർഫോമൻസ് ആയിരുന്നു. എസ്പെഷ്യലി അന്തിക്കുരുട എന്ന് പറഞ്ഞ ആ ക്യാരക്ടർ നന്നായിട്ട് എനിക്ക് വർക്കായി. ആ ക്യാരക്ടറിന് മാത്രമായിരുന്നു അതിൽ നല്ല രീതിയിലൊരു റൈറ്റിംഗ് കിട്ടിയത് എന്നാണ് എനിക്ക് തോന്നിയത്. ഗൈസ്, കുറേ നല്ല യങ് ആക്ടേഴ്സ് എല്ലാ കാലത്തും നമ്മുടെ ഇൻഡസ്ട്രിയിലേക്ക് വരുന്നുണ്ട്. നമുക്കറിയാത്തവരോ നമ്മൾ മറന്നുപോയവരോ ആണ് കൂടുതലും. ഫോർ എക്സാമ്പിൾ 18ാം പടിയിൽ അന്ന് നല്ല പെർഫോമൻസ് കാഴ്ചവെച്ച പലരെയും പിന്നീട് കാണാൻ സാധിച്ചിട്ടില്ല. അന്ന് അധികം ആരും ശ്രദ്ധിക്കാതെ പോയ സംഗീതം ടോപ്പിലേക്ക് എത്തി. അതുപോലെ മുറയിലെ ചെക്കന്മാര്, അതിൽ ഏറ്റവും കിട്ടലുമായിട്ടുള്ളത് ഹൃദു ഹരൂണാണ്. ചെങ്ങായി കിട്ടില്ലായിരുന്നു ആ സിനിമയിൽ. ഇനി ഓണം റിലീസായി വരുന്ന മേനെ പ്യാർ കിയ എന്ന സിനിമയും നല്ലൊരു സിനിമയാവട്ടെ അവൻ്റെ. എല്ലാ കാലത്തും നല്ല കിട്ടിലും കോളേജ് സിനിമകൾ ഇറങ്ങുന്നുണ്ട്. ആനന്ദം, 18ാം പടി, അടികപ്പിയാര് കൂട്ടമണി, പടക്കളം, ചങ്സ്, ഒരഡാർ ലവ്, ഇതെല്ലാം ഒരു ക്യാമ്പസ് വൈബ് മൂവീസ് ആണെങ്കിലും പക്ഷെ എല്ലാ സിനിമക്കും അതിൻ്റെതായ യുണീക്ക് കണ്ടന്റ് ഉണ്ട്. ഞാൻ വിട്ടുപോയ സിനിമകൾ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ. ഗൈസ്, ഇത് നമ്മൾ കഴിഞ്ഞ ആഴ്ച ചെയ്ത ഈ ഒരു വീഡിയോയുടെ ഒരു കണ്ടിന്യൂഷൻ വീഡിയോ ആണ്. പിന്നെ നമ്മുടെ ചാനലിൽ നിങ്ങൾ വരാൻ ആഗ്രഹിക്കുന്ന കണ്ടന്റ്സ് ഉണ്ടെങ്കിൽ അതും പറഞ്ഞോളൂ. നിങ്ങൾക്ക് വേണ്ടി ഞാനത് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിൽ വരുന്നതുവരെ ബൈ ബൈ.